നമസ്കാരം. ഓഡു ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഇത് നമ്മൾ ഓഡു ബിഗിനേഴ്സ് എന്നുള്ള വീഡിയോസാണ്. ഇപ്പോൾ നമ്മളൊരു രണ്ട് യൂസ് കേസാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, 100 BDക്ക് പർച്ചേസ് ചെയ്തു. അതിന് എഗൈൻസ്റ്റ് നമ്മൾ റിസീവ് ചെയ്തു. പിന്നെയാണ് നമ്മളെ അക്കൗണ്ടിൽ ബില്ല് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇത് 100 അല്ല, 100ൻ്റെ പകരം 105 അതാണ് പ്രൈസ്, കുറച്ച് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ വരുന്നതും, ഓക്കെ, അത് എങ്ങനെയാണ് ഓഡു എങ്ങനെ ചെയ്യുന്നതും. ഓക്കെ, അത് ഫസ്റ്റ് യൂസ് കേസ്. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തു, റിസീവ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ബില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഐറ്റം ഡെലിവറി ചെയ്തു. ഓക്കെ, ഈ ഡെലിവറി ചെയ്തു, ഇൻവോയ്സ് ചെയ്തു, പിന്നെയാണ് നമ്മൾ ബില്ല് ചെയ്യുന്നത്. അപ്പോഴാണ് പ്രൈസിൻ്റെ വേരിയൻസ് വരുന്നത്. ആ രണ്ട് യൂസ് കേസുമാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അതിനായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 123 ABC എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡെലിവേർഡ് ക്വാണ്ടിറ്റി കൊടുത്തു. അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് കാറ്റഗറി, ഞാൻ പ്രൊഡക്റ്റ് എന്നുള്ള പ്രൊഡക്റ്റ് കാറ്റഗറി മാപ്പ് ചെയ്തു. ഇതിൽ ഞാൻ വാല്യുവേഷൻ ആവറേജും അതുപോലെ പെർപ്പച്വൽ മെത്തേഡാണ് കൊടുത്തേക്കുന്നത്. ആവറേജും പെർപ്പച്വൽ മെത്തേഡാണ്. അതുപോലെ അക്കൗണ്ടിങ്ങിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേരിയേഷൻ ഞാൻ കോസ്റ്റ് ഓഫ് റവന്യൂയിലാണ് മാപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്റ്റോക്കിൻ്റെ വേരിയേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്കിൽ ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് മുന്നേ നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റിപ്പോർട്ടിങ്ങിൽ പോവാം. ഇൻവെൻറ്ററി വാല്യുവേഷനിൽ ഇപ്പോൾ എൻ്റെ വാല്യുവേഷൻ എല്ലാം 0 ആണ്. ഓക്കെ, ഞാൻ പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. വെണ്ടർ 1 ആ പ്രൊഡക്റ്റ് 123 ABC എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, 1 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു, 100 BD കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ടാക്സ് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുന്നു. കൺഫേം ചെയ്തു. നമ്മൾ എന്ത് റിസീവ് ചെയ്യുന്നു, ബില്ല് റിസീവ് ചെയ്തു, ഐറ്റം റിസീവ് ചെയ്തു, വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെൻറ്ററി അക്കൗണ്ടിങ്ങിൽ വാല്യുവേഷനിൽ പോകുന്നു. റിപ്പോർട്ടിങ്ങിൽ ഇൻവെൻറ്ററി വാല്യുവേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യുവേഷൻ ബുക്ക് ആയിട്ടുണ്ട് 100 BDക്ക് അഗൈൻസ്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൽ തന്നെ കോസ്റ്റിലും പോകുന്നു. ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കായി 100 BD ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ബില്ല് ചെയ്യുമ്പോഴാണ് 100 BD അല്ല, 100 BDക്ക് പകരം നമുക്ക് എന്ത് ചെയ്ത് 105 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പം എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യുമ്പോൾ ബില്ല് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് ഈസി ആയിട്ട് അത് എന്താ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ മെത്തേഡ്. അതുകൊണ്ടാണ് ഇപ്പം എന്ത് നമ്മൾ കൊടുത്തു. ഇപ്പോഴാണ് നമ്മൾ 105 നമ്മളെ പ്രൈസ്. ഓക്കെ, 5 BD നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് കൊടുത്തു, കൺഫേം ചെയ്തു. കൺഫേം ചെയ്ത് നേരെ ഞാൻ അക്കൗണ്ട്സിലോട്ട് അക്കൗണ്ട്സ് പോകുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഇപ്പോൾ നേരത്തെ 100 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 105 ആയിട്ട് മാറ്റം വന്നിട്ടുണ്ട്. കണ്ടോ, കോസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ ഞാൻ വാല്യുവേഷൻ അക്കൗണ്ടിങ്ങിലെ ഇൻവെൻട്രിയിലെ റിപ്പോർട്ടിംഗ് വാല്യുവേഷനിൽ പോകുന്നു. ഇവിടെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായി നമ്മുടെ ആ പ്രൈസും ഇവിടെ നോക്ക് ഓഫ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ, ആ വേരിയേഷൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തു, അത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് അത് മാച്ച് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോകുന്നു. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, 789 പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം. നമ്മൾ മെത്തേഡ് എല്ലാം കൊടുത്തു, ഇൻവോയ്സും പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി ചൂസ് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യുന്നു, നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നു. 789 ആണ് എൻ്റെ പ്രൊഡക്റ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു, 100 BD. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കൺഫേം ചെയ്തു. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്നു, വാലിഡേറ്റ് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സിൽ ഇൻവെൻറ്ററി വാല്യുവേഷൻ റിപ്പോർട്ടിങ്ങിൽ പോകുന്നു, ഇൻവെൻറ്ററി വാല്യുവേഷൻ നോക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ വാല്യുവേഷൻ ബുക്ക് ആയിട്ടുണ്ട് 100 മീൻസ് 200, 2 പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മൾ ഇതിന് സ്റ്റോക്ക് ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് മീൻസ് കോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു, പ്രൈസ് 100 BD ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ബില്ല് ചെയ്യുന്നതിന് മുന്നേ ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അപ്പോൾ ഞാനൊരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു, 789 പറയുന്ന പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. ഞാൻ അതിൽ ഒരു ക്വാണ്ടിറ്റി ഒരു 200 BDക്ക് വിൽക്കുന്നു. കൺഫേം ചെയ്യുന്നു. നമ്മളിത് ഡെലിവറി ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു.
അതിന് അഗേൻസ്റ്റ് നമ്മൾ ഇൻവോയ്സും ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, കൺഫേം ചെയ്തു. ഇപ്പം എന്ത് ചെയ്ത് നമ്മൾ JV ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ 100 BDക്കാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബുക്ക് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ എല്ലാം 100 BDക്ക് ബുക്ക് ചെയ്തു. പക്ഷെ ഇപ്പോഴൊന്നും നമുക്ക് അതിൻ്റെ പ്രൈസിൻ്റെ വേരിയൻസ് മനസ്സിലായില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റിവ്യൂവിൽ പോയി കഴിഞ്ഞാലും ഇൻവെന്ററി വാല്യൂഷൻ നമുക്കിവിടെ 200 ഉണ്ടാവും, അവിടെ മാറ്റം വന്നിട്ടില്ല. ഓക്കെ, നമ്മളതുപോലെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. നമുക്കതുപോലെ പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ നോക്കിയാലും ഇൻവെന്ററി വാല്യൂഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മുന്നത്തെ കുറേ വാല്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. എന്ത് ചെയ്യുന്നത്, ഇനിയാണ് നമുക്ക് പർച്ചേസ് ടീം മീൻസ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ 100ന്റെ പകരം ഒരു 105 ആണ് നമ്മളെ ബില്ലിന്റെ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നത് 100ന്റെ പകരം 105 കൊടുത്തു. ഓക്കെ, കൺഫേം ചെയ്യുന്നു. സോറി, ബിൽ ഡേറ്റ് കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ പ്രൊഡക്റ്റിന്റെ ഉള്ളിലോട്ട് പോകുന്നു. പ്രൊഡക്റ്റിൽ പ്രൈസ് നേരത്തെ 105 മീൻസ് 100 ആയിരുന്നു. പ്രൊഡക്റ്റിൽ കോസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് അക്കൗണ്ടിങ് സെനാരിയോയിൽ പോകുന്നു, റിപ്പോർട്ടിങ്ങിൽ, റിവ്യൂവിൽ, ഇൻവെന്ററി വാല്യൂഷനിൽ പോകുന്നു. ഇപ്പോൾ കണ്ടോ 5 PD നമുക്കിവിടെ ഇൻവെന്ററി വാല്യൂഷനിൽ ഇപ്പം എന്ത് ചെയ്തു, നമ്മളൊരു ഐറ്റം ഡെലിവർ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡെലിവർ ചെയ്ത ഐറ്റത്തിന്റെ വാല്യൂഷൻ ഇവിടെ വന്നിട്ടുണ്ട്. മീൻസ് ഡെലിവറി ചെയ്യാത്തത് നമുക്ക് നോർമലായിട്ട് സിസ്റ്റം അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, ഇവിടെ കണ്ടോ ഡെലിവറി ചെയ്തതിന്റെ 5 PD ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇത് നമ്മൾ നോക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നേരത്തെ നമ്മൾ ആ സ്റ്റോക്ക് വേരിയേഷൻ കൊടുത്ത അക്കൗണ്ട് ഉണ്ട്, ഇവിടെ ജനറേറ്റ് എൻട്രി എന്ന് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ കണ്ടോ നമ്മളെ വേരിയേഷനിലോട്ടാണ് പോകുന്നത്. കണ്ടോ, അത് പോയി നമ്മളിത് പോസ്റ്റ് ചെയ്തു. ഇൻവെന്ററി വാല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 0 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, കോസ്റ്റ് ഓഫ് റവന്യൂവിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വേരിയേഷനിൽ ഇത് നേരത്തെ വേരിയേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ജനറൽ ലെഡ്ജറിൽ പോകുന്നു, നിങ്ങൾക്ക് അതിന്റെ വേരിയേഷൻ മനസ്സിലാവും. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ.